വെൽക്കം ബാക്ക് ടു സിൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. Ctrl+H Ctrl+G റീപ്ലേസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൺട്രോൾ ഒരു മൂന്നെണ്ണം കൊണ്ട് നമുക്ക് ഇന്നൊരു പരിപാടി ഉണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിനിടയിലുള്ള സ്പേസിംഗ് ഒക്കെ നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചിട്ട് റിമൂവ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് ഒരു Ctrl+H റീപ്ലേസ് അല്ലെങ്കിൽ Ctrl+G അല്ലെങ്കിൽ നമ്മൾ മെനു ബാറിലെ മുകളിലുള്ള റീബൺസിൽ റീപ്ലേസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഇടയിലുള്ള സ്പേസിങ് റിമൂവ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണെന്നുള്ളത് Ctrl+H അടിച്ച് റീപ്ലേസ് കൊടുത്തു. അതിൽ ക്യാരക്ടർ ഞാൻ ഇതിന് മുന്നേ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ആ ഒരു റീഫൈൻഡ് വേർഡ് ഒരു കൺട്രോൾ ഒരു മുകളിലോട്ടുള്ള ആരോ ചിഹ്നം പോലത്തെ ഒരു ഇതുണ്ടാവും എൻ്റെ കീബോർഡിൽ. അത് 6th അപ്പോൾ അത് W അടിക്കുക, ഒരു സ്പേസ് അടിക്കുക, റീപ്ലേസ് അടിക്കുക. റീപ്ലേസിൽ ഒരൊറ്റ സ്പേസ്, പിന്നെ റീപ്ലേസ് അത്രയും തോന്നെ റീപ്ലേസ്മെൻറ്റ് വരും. ഓക്കെ കൊടുക്കുക. അത്രയേ ഉള്ളൂ സംഭവം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാ ഇടയിലുള്ള എല്ലാ സ്പേസിങ്ങും റിമൂവ് ചെയ്ത് തരും. ഇത് ക്യാരക്ടർ W. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ട ആവശ്യം. ഇത് Ctrl+H അടിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? റീപ്ലേസ് കിട്ടിയത്. റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ഇത് കാണുക. സോ അതിലല്ലെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റിന് റീപ്ലേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റീപ്ലേസിൽ ഫൈൻഡ് ഇതേപോലെ കൊടുക്കുക, ഒറ്റ സ്പേസ് കൊടുക്കുക, റീപ്ലേസ് ആൾ കൊടുക്കുക. റീപ്ലേസ് വിത്ത് അവിടെ കേട്ടോ ഒരൊറ്റ സ്പേസ് കൊടുക്കുക, റീപ്ലേസ് ആൾ കൊടുക്കുക. അങ്ങനെ നമുക്കിത് എന്താ പറയുക, ഇതിനിടയിലുള്ള സ്പേസിങ് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഈ ഒരു 2 മെത്തേഡ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് വരുന്നത് Ctrl+G അറിയുമ്പോൾ ഗോ ടു പേജസ് അതേപോലെ തന്നെ റീപ്ലേസ് എന്ന ഓപ്ഷൻ കാണാം. റീപ്ലേസിൽ നമുക്ക് എടുത്തിട്ട് സാധാരണ നമ്മളെങ്ങനെ ചെയ്തത് ക്യാരക്ടർ W അതിൽ കൊടുക്കുക. അതേപോലെ തന്നെ റീപ്ലേസിൽ ഒരൊറ്റ സ്പേസ് റീപ്ലേസ് ആകും. അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.